നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ രണ്ട് നിറങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേതായ നിറം വെള്ള നിറമാണ്. രണ്ടാമത്തെ നിറം ഓറഞ്ച് നിറമാകുന്നു. ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ ആ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ വെള്ള നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. എല്ലാ ആഗ്രഹങ്ങളും എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ചില ആഗ്രഹങ്ങളെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. ആ ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴികൾ തുറക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തുടക്കത്തിൽ ചില തിരിച്ചടികൾ നേരിട്ടു എന്ന് വരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. ഏത് കാര്യത്തിലും ശുഭപ്രതീക്ഷയോടെ സമീപിക്കുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ശുഭപ്രതീക്ഷകളോടെ നിങ്ങൾ സമീപിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ഈ സമയം ദൈവവും അല്ലെങ്കിൽ ഇഷ്ടദേവത തന്നെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും അത് പ്രകടമാകും. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള ചില ഉപദേശങ്ങൾ, അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കാവുന്ന ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഈശ്വരാധീനം അല്പം കൂടി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം കൂടിയാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പുലർത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതും സഹായകരം തന്നെയാണ്. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. ബന്ധങ്ങൾ കൂടുതൽ അനുകൂലമാവുകയോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത്ഭുതകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ആ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരുന്നതാണ്. ഉയർച്ചകൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹങ്ങൾ തീവ്രമാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ നടക്കില്ല എന്ന മുൻവിധിയോടെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല. ഏത് കാര്യത്തിലും ചിന്തയാണ് അനിവാര്യം. ഏത് കാര്യവും ചിന്തിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. നിങ്ങൾക്ക് ഗുരുവിനെ ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം ജീവിതത്തിൽ അമ്മ, സഹോദരി, ഭാര്യ എന്നിവരുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയരുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അറിവ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് ഭാവിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണം ചെയ്യും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുന്നതാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്പം കൂടി സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഈ സമയം പ്രത്യേകിച്ചും ഉന്മേഷമില്ലാത്തതായ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും.
പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മബലം നഷ്ടമാകുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ആഗ്രഹ സാഫല്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കാം. ആത്മബലം പലപ്പോഴും നഷ്ടപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിനാൽ പല കാര്യങ്ങളും അനുകൂലമാകാത്തതായ സാഹചര്യവുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. അതിനാൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വ്യക്തികളുടെ സഹായത്താൽ പോലും ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. അവരുടെ പിന്തുണയാൽ പോലും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നും വരാം. രണ്ടാമത്തെ നിറമായ ഓറഞ്ച് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പഴയ ഉന്മേഷം ഇല്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. മനസ്സിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട്. അതിൽ ചിലതെങ്കിലും നടക്കണം എന്ന് അതിയായി പ്രാർത്ഥിക്കുന്നവരുമാണ് നിങ്ങൾ. അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് വളരെ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ഒരു ആഗ്രഹ സാഫല്യമാകാം. തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഈ സമയം ഊർജ്ജസ്വലതയോടെയും ഉത്സാഹത്തോടെയും പ്രവർത്തിച്ചാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. മുൻവിധിയോടെ ഒരിക്കലും നിങ്ങൾ സമീപിക്കുവാൻ പാടുള്ളതല്ല. അതായത് ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്ന ചിന്ത മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതായത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ആ കാര്യം നടക്കും എന്ന ചിന്ത മനസ്സിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും ശുഭം. ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ പലതും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പുതിയ തൊഴിൽ ലഭിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളിലൂടെയും ആർജിച്ചെടുത്ത അറിവുകൾ അത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ടും ഗുണം ചെയ്യും എന്ന കാര്യവും ഓർക്കുക. ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതാകുന്നു. അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. മറ്റുള്ളവരുടെ പിന്തുണയാലും ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ ചെയ്യുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മനസ്സറിഞ്ഞ് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്നവരാകുന്നു. അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരുമാണ്. സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും അത് നഷ്ടമാകുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധൈര്യം ഈ സമയം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സ്വന്തം കഴിവിനാൽ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എങ്കിൽ അത് അറിയാതെ തന്നെ നിങ്ങളിലേക്ക് പല വഴികളിലൂടെയും വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ അല്പം കാലതാമസം നേരിട്ടാലും നിങ്ങൾ ചെയ്യുന്നതായ ആ പ്രവൃത്തികൾ വെറുതെ ആവില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മനസ്സ്, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകൾ വന്നു ചേരും. ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ശക്തി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനസ്സിന് ശക്തി വർദ്ധിക്കുന്നതാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പങ്കാളിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പിന്തുണ പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അറിവ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ബുദ്ധിവൈഭവത്താലും പല കാര്യങ്ങളും
തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാനും സാധിക്കും. മറ്റുള്ളവർക്ക് പോലും നിങ്ങളോട് ഒരു ആകർഷണം തോന്നുന്നതാണ്. അത് നിങ്ങളുടെ പ്രവൃത്തിയാലും സ്വഭാവ രീതിയാലുമാണ് എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹങ്ങൾ നടക്കുവാൻ അനുകൂലമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക.